നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരു കല്യാണം കഴിച്ചേക്കാം. കല്യാണ ചെറുക്കനായിട്ട് എന്നെ പ്രതീക്ഷിക്കരുത്. ഇത്രയും പണം നീ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. എന്താ ഓക്കെ അല്ലേ? നിന്റെ സൈലൻസ് ഞാൻ പറഞ്ഞത് സമ്മതിക്കുന്നുള്ളതിന് തെളിവാ. ദാ പിടിക്ക. ആ ഫോണിവിടെ വെച്ചിട്ട് നിനക്ക് പോകാം. ദിവ്യ, ഞാൻ പോകാൻ പറഞ്ഞതേ ഈ ക്യാബിന് പുറത്തേക്കല്ല, ഈ കമ്പനിക്ക് പുറത്തേക്കാ. ഗെറ്റ് ലോസ്റ്റ്. പണം ഉണ്ടെന്ന് കരുതി എന്തും വിലക്ക് വാങ്ങുന്ന കരുതണ്ട. പക്ഷെ നിന്നെ കൊണ്ട് ഏയ് നിർത്ത്. നിന്റെ ഫിനിഷിംഗ് ടച്ച് കേൾക്കാൻ എനിക്ക് തീരെ സമയമില്ല. തന്ന ചെക്ക് ഞാൻ തിരിച്ചു വാങ്ങിക്കും. ഓടി. യെസ്, കൃഷ്ണകുമാർ. പുതിയ അപ്പോയിന്റ്മെന്റ്സിന് വന്നവരെല്ലാം ജോലിക്കെടുത്തു സർ. സാറ് വന്ന പ്രസന്റേഷൻ ഒന്ന് കാണായിരുന്നു. ശരി, വരാം. ഓക്കെ സർ, താങ്ക് യു. രൂപയുടെ ഫോണ് 10 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചു. ഓക്കെ, ജസ്റ്റ് ഫോർ ഫൺ അല്ലേ? ഗുഡ് മോർണിംഗ് കൃഷ്ണകുമാർ. ഗുഡ് മോർണിംഗ്. ഫൈനലായ ലിസ്റ്റ് ഒന്ന് കാണിക്കാം വേഗം. ഓക്കെ സർ. സർ, ഇവരാണ് കോർ ടീം. ഇതിൽ 2 പേര് പുതിയതാണ്. ബാക്കി 2 പേർക്ക് നേരത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഹീസ് നന്ദ. ഇദ്ദേഹത്തെയാണ് ടീം ലീഡറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളാണ് സർ. ഇദ്ദേഹത്തിന്റെ വർക്കെല്ലാം നല്ല ഇംപ്രസീവായി തോന്നി എനിക്ക്. അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു ഡൗട്ടുണ്ട്. ഈ ആനിമേഷന്റെ ഫീൽഡ് അത്രയ്ക്ക് ഡ്രൈ ആണോ കൃഷ്ണകുമാർ? മനസ്സിലായില്ലേ സർ? അതെ, നീ കാണിക്കുന്നൊക്കെ ആമ്പിളയുടെ ഫോട്ടോ ആണല്ലോ. ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ പോലും ഇല്ല. എനിക്കേ ബോറടിക്കുന്നു. അപ്പൊ സാറിന്റെ കാര്യം അല്ലേ ബോസ്? അങ്ങനെയല്ലേ സാർ, ഞാൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്തായിരുന്നു. അതിലെ അനാമിക എന്നൊരു പെണ്ണ് മാത്രമാണ് നന്നായിട്ട് പെർഫോം ചെയ്തത്. എന്നാൽ ആ കുട്ടിയെ കമ്പയർ ചെയ്യുമ്പോൾ നന്ദകുമാർ ബെറ്റർ ചോയ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അനാമിക പേര് നന്നായിട്ടുണ്ടല്ലോ. ആ പെൺകുട്ടിയുടെ റെസ്യൂമെ ഒന്ന് കാണിച്ചേ. ഷുവർ സാർ. ആക്ച്വലി ഈ കുട്ടി നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ആളാണ്. ബട്ട് നന്ദ ഈ കുട്ടിയേക്കാളും ബെറ്ററാണ് സാർ. അദ്ദേഹം വരച്ചുകൊണ്ടുവന്ന അനിമേറ്റഡ് ചിത്രം കണ്ടപ്പോഴാ എനിക്ക് അങ്ങനെ തോന്നിയത്. കൃഷ്ണകുമാറെ, സർ, നീ പറഞ്ഞ പയ്യന് ജോലി കൊടുത്താ ഒരുപക്ഷെ നമ്മുടെ പ്രോജക്റ്റിന് പ്ലസ് ആയിരിക്കും. എന്നാൽ ഈ പെണ്ണിന് ജോലി കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ കമ്പനിക്ക് തന്നെ പ്ലസ് ആയിരിക്കും. സാർ, ആ പയ്യൻ നല്ല ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യും. ആയിക്കോട്ടെ, അത് അവന്റെ ക്രിയേറ്റിവിറ്റി. എന്നാൽ ഈ പെണ്ണുണ്ടല്ലോ, ഇവള് ദൈവത്തിന്റെ ക്രിയേറ്റിവിറ്റിയാ. നമ്മൾ ഈ പെണ്ണിനെ സെലക്ട് ചെയ്തില്ലെങ്കിൽ
അത് ദൈവത്തിനെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ. അയ്യോ, ദൈവത്തിന് ഇൻസൾട്ട് ചെയ്യുന്ന പോലെയോ? അത് ദൈവകോപം കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഒരു കാര്യം ചെയ്യും, സാറ് പറഞ്ഞ പെണ്ണ് കൺഫേം ചെയ്യേ. സാർ, ആ പയ്യനോട് മൺഡേ വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞ് ഞാൻ മെയിൽ അയച്ചു സാർ. അങ്ങനെയാണോ? അപ്പൊ ഈ പെണ്ണിനോട് നാളെ തന്നെ ഒന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞേക്ക്. സിമ്പിൾ. അതെ, അത്രയല്ലേ ഉള്ളൂ. സാർ. കൃഷ്ണകുമാറേ, നിനക്ക് പോവാം. ഓക്കെ സാർ. ബോസ്, ദിവ്യ പോയതുകൊണ്ട് എണ്ണത്തിന്ന് ഒരാൾ കുറയുന്ന വിചാരിച്ചത്. അതിന് പകരം അനാമിക വന്ന് അതങ്ങ് ഫില്ല് ചെയ്തു. നിങ്ങളുടെ സമയം നല്ലതാ ബോസേ. അനാമിക, I'm waiting for you. ഗുരുജിയുടെ പൂജയുടെ സമയത്ത് നിങ്ങൾ എല്ലാവരും ഇവിടെ എന്തെടുക്കുക? തുളസി, ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് പൂജ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല തുളസി. എന്തൊക്കെ ഈ പറയുന്നേ? നമ്മുടെ പൂജ ഇതുവരെ തടസ്സപ്പെട്ടിട്ടുണ്ടോ? ഗുരുജി, 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 ഞാൻ ഈ മഠത്തിലെത്തിയിട്ട് 30 വർഷമായി. ഇതിനിടയ്ക്ക് ഒരിക്കൽ പോലും അങ്ങ് സമയം തെറ്റി പൂജ നടത്തിയിട്ടില്ല. ഇവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായെന്ന് അറിയണമല്ലേ? ആ പാലെടുത്ത് ശിവന് അഭിഷേകം ചെയ്യ്, നിനക്ക് മനസ്സിലാവും. ദൈവമേ, ഇതെന്താ ഇത്? ഇങ്ങനെ ഒരിക്കലും ഇവിടെ നടക്കാത്തതല്ലേ ഈശ്വരാ. കഷ്ടം തന്നെ ഭഗവാനെ, ഇതിങ്ങനെ ആദ്യമായിട്ടാ. വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഗുരുജി, ഈ കാലത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. എന്താ ഇതിന്റെ അർത്ഥം? അതിഭയങ്കരമായ തെറ്റാണ് സംഭവിച്ചത്. ഇത്രയും വർഷങ്ങളായി നീചശക്തികളുടെ കയ്യിൽപ്പെടാതെ കെട്ടിവച്ച ആത്മാവിനെ ആരോ മോചിപ്പിച്ചിരിക്കുകയാണ്. കേട്ടില്ല, നിങ്ങൾ വേഗം പെട്ടി തുറക്ക്. ആത്മാവ് ഈ സ്ഥലത്തൂടിയാണ് കടന്നു പോകേണ്ടത്.